അതെ, അത് കൺവിൻസിംഗ് ആണ്. പക്ഷേ വീണ്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം പലപ്പോഴും കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും കലാപ്രദർശനങ്ങളുടെ വലിയ ആധിക്യം, അതിനകത്ത് നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു വിഷ്വൽ ലാംഗ്വേജ് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയമുണ്ട്. പലപ്പോഴും നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പല കലാകാരനും ഉന്നയിക്കുന്ന ഒരു ചോദ്യം, മറ്റ് പലയിടങ്ങളിലും കാണുന്നത് പോലെ വളരെ കൃത്യമായിട്ടുള്ള കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു അതിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, രാഷ്ട്രീയം എന്നുള്ളത് ഒരു കലയുടെ രാഷ്ട്രീയം എന്ന അർത്ഥത്തിൽ അത് രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ചും പലപ്പോഴും കലാപ്രദർശനങ്ങൾ ഒരു ചടങ്ങ് മാത്രമായിട്ട് അവസാനിക്കുകയും പലതരത്തിലുള്ള പ്രത്യേകിച്ചും മൺസൂൺ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഇൻക്ലൂസിവിറ്റിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ചും പുതിയ ആൾക്കാർക്ക് പ്രദർശിപ്പിക്കാനുള്ള, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം അവതരിപ്പിക്കാനും അതിന് ഒരു ദൃശ്യത കിട്ടാനുമുള്ള വലിയ സാധ്യതകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ എങ്കിലും പൊതുവിൽ നമ്മുടെ പ്രദർശനങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉയർന്നു വരുന്നില്ല എന്നുള്ളത് പോരായ്മയായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പോരായ്മ തന്നെയാണ്. കാരണം ഇപ്പോൾ കേരളത്തിലെ കലാരംഗത്തെ കൊച്ചി മുസ്ലിംസ് ബിനാലെയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിനാലയ്ക്ക് മുമ്പും ബിനാലയ്ക്ക് ശേഷവും എന്ന് പറയാവുന്ന തരത്തിലുള്ള സ്വാധീനം അതിന് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രദർശിപ്പിക്കുന്ന രീതിയിലായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട കലാവസ്തുക്കളുടെ ദൃശ്യപരതയിലായിരുന്നാലും ഒക്കെ തന്നെ സാമ്പ്രദായികമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ടുള്ള ആവിഷ്കാരങ്ങളിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു പ്രവണത കേരളത്തിലെ കലാകാരന്മാരിലും കലാകാരികളിലും ഉണ്ടായത് ബിനാലെയ്ക്ക് ശേഷമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും ഒക്കെ മറ്റൊരു വഴിക്ക്. പക്ഷെ ദൃശ്യതയിൽ അത് വളരെയധികം വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബിനാലെയ്ക്ക് ശേഷമുണ്ടായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ബിനാലെ നൽകിയ ഒരു ഊർജമോ അല്ലെങ്കിൽ അത് നൽകിയ കൂട്ടായ്മയുടെ ചില സാധ്യതകളോ കാണപ്പെടുന്നു. മനോജ് കണ്ണൻ ഉന്നയിച്ച ആ ഒരു പ്രശ്നം അപ്പോഴും സജീവമായി ബാക്കി നിൽക്കുകയാണ്. ഈ കൂട്ടായ്മകൾ കൊണ്ടും ഈ സമൂഹ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ പ്രദർശനങ്ങൾ കൊണ്ടും എന്ത് തരത്തിലാണ് നമ്മൾ കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പുതിയ കല അല്ലെങ്കിൽ പുതിയ ശൈലി എന്ന് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആണ് പൊതുവായി പറയാവുന്ന ഒരു ഉത്തരം. എന്നാൽ വ്യതിരിക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പല കലാകാരന്മാർക്കും ഇന്ത്യൻ കലയിൽ ഇന്ത്യയുടെ ദേശീയപരമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഇന്ത്യയിലെ പല കലാകാരന്മാർക്കും കേരളത്തിൻ്റേത് എന്ന് പറയാവുന്ന തരത്തിലുള്ള ചില കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. അതിപ്പോ നമ്മള് വളരെ എന്താ പറയുന്നത്, വളരെ പ്രായമുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ആധുനികതയുടെ കാലത്ത് ഉണ്ടായിരുന്ന എ രാമചന്ദ്രൻ ആയിരുന്നാലും KG സുബ്രഹ്മണ്യൻ ആയിരുന്നാലും പിന്നെ ബോംബെ ബോയ്സിന്റെ ഒക്കെ ഭാഗമായിരുന്ന ബോസ് കൃഷ്ണമാചാരി, TB സന്തോഷ്, റിയാസ് കോബു, അത് കഴിഞ്ഞ് ഷിബു നട്ടേശൻ, അതിനു മുമ്പ് NN റിംസൺ, പിന്നെ നമ്മുടെ അജീവിയൻ തുടങ്ങി ഒരുപാട് കലാകാരന്മാർക്ക് ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ചില ഏറ്റവും പ്രായത്തിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള അനുപമ, ഏലിയാസ് ഒക്കെ തുടങ്ങി പല വ്യക്തികളായ കലാകാരന്മാർക്കും കലാകാരികൾക്കും നമ്മുടെ ദേശീയ കലാരംഗത്ത് ഒരു സവിശേഷമായ ദൃശ്യപരത അല്ലെങ്കിൽ ദൃശ്യത സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. T രതീഷിനെ ഞാൻ മറക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ദൃശ്യത സൃഷ്ടിക്കുമ്പോൾ പോലും കേരളത്തിന്റെ പൊതുവായ ഒരു സൗന്ദര്യശാസ്ത്രപരമായ നിലനിൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ വ്യക്തികളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഒരുപക്ഷെ അത് നമ്മുടെ കാലത്തിന്റെ സവിശേഷത കൊണ്ടാകാം. ആധുനികതയുടെ കാലത്ത് ഈ മെഗാ നറേറ്റീവുകൾ, ഈ വളരെ വിപുലമായിട്ടുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ചായാലും കലയെക്കുറിച്ചായിരുന്നാലും ഒക്കെ വളരെ വിപുലമായിട്ടുള്ള
നറേറ്റീവുകൾ നിലനിന്നിരുന്ന സമയത്ത് നമുക്ക് ഈ ദീപസ്തംഭങ്ങളെ പോലുള്ള വലിയ കലാകാരന്മാരുടെ പേരുകൾ ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ വിവൃതമായ രീതിയിൽ, വളരെ വിച്ഛേദിക്കപ്പെട്ട രീതിയിൽ ഒക്കെ കലാകാരന്മാർ പല കോണുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം അങ്ങനെ കേരളത്തിൻ്റെത് എന്ന് പറയാവുന്ന ഒരു കലാപ്രസ്ഥാനം ഉരുത്തിരിഞ്ഞു വരാത്തത്. അതേസമയം തന്നെ കേരളത്തിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലോ മാവേലിക്കരയിലെയോ അല്ലെങ്കിൽ തൃശ്ശൂരോ തൃപ്പൂണിത്തുറയോ പഠിച്ചു വരുന്ന ഏതൊരു പുതിയ കലാകാരൻ പോലും അല്ലെങ്കിൽ കലാകാരി പോലും കേരളത്തിന് പുറത്ത് എക്സിബിറ്റ് ചെയ്താൽ ഇത് കേരളത്തിലെ കല ആണ് എന്ന് പറയാൻ നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയും. ഇതറിയാമെങ്കിൽ കേരളത്തിൽ അറിയാം. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഈ അടുത്ത കാലത്ത് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ബിക്കാനീർ ഹൗസിൽ ഒരു പെൺകുട്ടിയുടെ ഒരു യുവ കലാകാരിയുടെ ഒരു പ്രദർശനം നടന്നു. മെഹക് ഗർഗ് എന്നാണ് അവരുടെ പേര്. അപ്പൊ ഞാൻ ഈ എക്സിബിഷൻ കാണാൻ ചെല്ലുന്നു. ഒരു അറിഞ്ഞിട്ടൊന്നുമല്ല, ആ ഗാലറി ചെല്ലുന്നു, പ്രദർശനം കാണുന്നു. കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഒരു പയ്യൻ വന്ന് എന്നോട് ചോദിക്കുന്നു, താങ്കൾ ജോണി ML ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വർക്കാണോ? അപ്പൊ അല്ല, അത് മലയാളിയാണ് ചോദിച്ചെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതുവരെ മനസ്സിൽ തോന്നിയിരുന്ന ഒരു സംശയം നീങ്ങി കിട്ടി. കാരണം ഞാനിതൊരു കേരളത്തിലെ കലാകാരി ആയിരിക്കണം എന്ന് വിചാരിച്ചാണ് മെഹക് ഗർഗ് എന്നുള്ള പേര് കണ്ടെങ്കിൽ അവസാനം ആ പെൺകുട്ടി മുന്നോട്ട് വന്നു. ഈ പെൺകുട്ടി എന്നൊക്കെ പറയുന്ന വാക്കുകൾ വളരെ അപകടകരമാണ്. ഫെമിനിസ്റ്റുകൾ കേട്ട് കഴിഞ്ഞാൽ പെൺകുട്ടി എന്ന് പറയാൻ പാടില്ല എന്നാണ്, വുമൺ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ആർട്ടിസ്റ്റ്, മെഹക് ഗർഗ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ എന്തെങ്കിലും തരത്തിൽ കേരളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഷീ സ്റ്റഡീഡ് ഇൻ MFA പെയിന്റിംഗ് ഇൻ ട്രിവാൻഡ്രം ഫൈൻ ആർട്സ് കോളേജ്. ഈ കോളേജിൽ പഠിച്ചതിന്റെ ഗുണം ആ വർക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കേരളത്തിൻ്റെതെന്ന് പറയാം. എന്താണ് എന്നെ പ്രേരിപ്പിച്ചത്? കേരളത്തിൻ്റെതെന്ന് പറയാവുന്ന എന്തോ ഒന്ന് എനിക്കറിയാമെന്നും അത് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മാത്രമാണ് അത് ഉണ്ടായത്. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിനെ നമുക്ക് കലാകാരനിൽ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഒരു പൊതു ട്രെൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെൻഡ് ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ ആ ട്രെൻഡ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നും പറയേണ്ടി വരും.